ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പി തൃത്താല മേഖലകളിൽ ക്ഷേത്രങ്ങളിലും വീടുകളിലും മോഷണം നടത്തുന്ന 6 കവർച്ച സംഘത്തെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. 19നും 20നും ഇടയിൽ പ്രായമുള്ളവരാണ് പിടിയിലായവരിലേറെയും. പട്ടിത്തറ തലക്കശ്ശേരി സ്വദേശി നവദത്ത്, പട്ടിത്തറ ആലൂർ സ്വദേശികളായ ആദിത്യൻ, മുഹമ്മദ് ഷിബിൽ, അശ്വിൻ, ശ്രീഹരി, കരിങ്ങനാട് വിളയൂർ സ്വദേശി വൈഷ്ണവ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി തൃത്താല മേഖലകൾ കേന്ദ്രീകരിച്ച് ക്ഷേത്രങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ച് വിൽപ്പന നടത്തുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. കൊപ്പം, കരിങ്ങനാട് ക്ഷേത്രങ്ങളിൽ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവർ മോഷ്ടിച്ചതായി പോലീസ് പറഞ്ഞു. തിരുവേഗപ്പുറ, വിളത്തൂർ, ചെമ്പ്രയിലും വീട്ടിൽ മോഷണം നടത്തിയിരുന്നു. മോഷ്ടിച്ച വസ്തുക്കൾ തൃത്താലയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലാവുന്നത്. കടയുടമയ്ക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. 3 പേരെയാണ് ആദ്യം പിടികൂടിയത്. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു 3 പേരെ കൂടി പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു. കൊപ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി മോഷണങ്ങൾ നടത്തിയ പ്രതികളെ നമ്മൾ തൃത്താല പോലീസും കൊപ്പം പോലീസും ചേർന്ന് പിടിച്ചിട്ടുണ്ട്. തൃത്താലയിലെ ഒരു ഷോപ്പിൽ വെച്ചിട്ടാണ് പിടിച്ചത്. കളവ് മുതലുകൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിച്ചതാണ്. 6 പ്രതികളുണ്ട് ഇതിൽ. ഇവിടുത്തെ 1-2 ക്ഷേത്രങ്ങളിൽ കയറി ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളും എടുത്ത് വിൽപ്പന നടത്താൻ ശ്രമിച്ചതായിരുന്നു. 1-2 സ്ഥലത്ത് കൊണ്ട് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ റിക്കവറി ചെയ്യാൻ നടപടി എടുത്തു വരുന്നുണ്ട്, റിക്കവറി ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് പുറമെ ചില വീടുകളിൽ തിരുവേഗപ്പുറ, ചെമ്പ്ര, കൊപ്പം തുടങ്ങിയ ചില ഭാഗത്തുള്ള വീടുകളിൽ കയറിയിട്ട് അടയ്ക്ക തുടങ്ങിയ മുതലുകൾ മോഷണം നടത്തി വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ നടപടി എടുത്തു വരുന്നുണ്ട്. ഇതിൽ ഇനി കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇവർ ഒരുമിച്ച് പഠിച്ചവരും ഫ്രണ്ട്സുമാണെന്ന് പോലീസ് പറയുന്നു. മറ്റു കേസുകളിൽ പ്രതികളായിട്ടുണ്ടോ എന്നത് പോലീസ് പരിശോധിച്ചു വരികയാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.